ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. മുൻനിര ടെലികോം കമ്പനികളെ മറികടന്ന BSNL സെപ്റ്റംബറിൽ 8.4 ലക്ഷം പുതിയ വരിക്കാരെ ചേർക്കാനായത് നേട്ടമായി. തുടർച്ചയായ മൂന്നാം മാസമാണ് BSNLിലേക്ക് കൂടുതലായി വരിക്കാരെത്തുന്നത്. സെപ്റ്റംബറിൽ 8.4 ലക്ഷം വരിക്കാർ കൂടുതലായി എത്തി. ഓഗസ്റ്റിൽ ഇത് 25 ലക്ഷത്തിലേറെയായിരുന്നു. റിലയൻസ് ജിയോയ്ക്ക് സെപ്റ്റംബറിൽ 79.6 ലക്ഷം വരിക്കാരെ നഷ്ടപ്പെട്ടു. എയർടെലിന് 14.3 ലക്ഷം വരിക്കാരും വോഡഫോൺ ഐഡിയയ്ക്ക് 15.5 ലക്ഷം വരിക്കാരും കുറഞ്ഞു. ജൂലൈയിൽ സേവന നിരക്ക് വർദ്ധിപ്പിച്ചതിനു ശേഷം 3 കമ്പനികളിൽ നിന്നും വരിക്കാർ കൂട്ടമായി കുറയുന്ന സ്ഥിതിയാണ്. ഇതിനെ തുടർന്നുള്ള നേട്ടമാണ് BSNLന് ലഭിക്കുന്നതെന്നാണ് വിലയിരുത്തൽ. ആകെ 7.98% BSNLന്റെ വിപണി വിഹിതം. ജിയോ 40.2%, എയർടെൽ 33.24%, VI 18.41% എന്നിങ്ങനെയാണ് വിപണിയിലെ സാന്നിധ്യം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വാട്സാപ്പ് വോയിസ് മെസ്സേജ് വായിക്കാനാകുന്ന ഫീച്ചർ ഉടൻ അവതരിപ്പിക്കും. പുതിയ ഫീച്ചർ വരും ആഴ്ചകളിൽ എല്ലാ വാട്സാപ്പ് ഉപയോക്താക്കൾക്കും ലഭ്യമാകും. വാട്സാപ്പ് ലഭിക്കുന്ന വോയിസ് മെസ്സേജുകൾ പ്ലേ ചെയ്ത് കേൾക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഈ ഫീച്ചർ ഉപകാരപ്രദമാകുമെന്നാണ് വിലയിരുത്തൽ. വാട്സാപ്പ് വോയിസ് മെസ്സേജ് ട്രാൻസ്ക്രിപ്റ്റ് ഫീച്ചർ പ്രകാരം വോയിസ് മെസ്സേജുകൾ ഓട്ടോമാറ്റിക്കായി ടെക്സ്റ്റായി മാറും. ഇതോടെ കേൾക്കാനായില്ലെങ്കിലും മെസ്സേജ് എന്തെന്ന് വായിക്കാം. വോയിസ് മെസ്സേജിന് തൊട്ടുതാഴെയായി വോയിസ് മെസ്സേജ് ട്രാൻസ്ക്രിപ്റ്റ് വായിക്കാനാകും. ഈ ഫീച്ചർ സ്വകാര്യതയെ ബാധിക്കില്ലെന്നും പൂർണ്ണമായും സുരക്ഷിതമായിരിക്കുമെന്നും വാട്സാപ്പ് വ്യക്തമാക്കി. ഡിവൈസിനുള്ളിൽ വെച്ചു തന്നെയായിരിക്കും വോയിസ് മെസ്സേജ് ട്രാൻസ്ക്രിപ്റ്റ് ചെയ്യുകയെന്നും ഉള്ളടക്കം വാട്സാപ്പ് അധികൃതർക്ക് മനസ്സിലാക്കാൻ കഴിയില്ലെന്നുമാണ് മെറ്റയുടെ വാദം. ആപ്പിലെ സെറ്റിംഗ്സ് ആവശ്യാനുസരണം വോയിസ് മെസ്സേജ് ട്രാൻസ്ക്രിപ്റ്റ് ഇനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും സാധിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. യൂറോപ്യൻ യൂണിയൻ ആന്റി ട്രസ്റ്റ് റെഗുലേറ്റർ ആമസോണിനെതിരെ അന്വേഷണം നടത്തിയേക്കും. ഡിജിറ്റൽ മാർക്കറ്റ് നിയമലംഘനത്തിലാണ് അന്വേഷണം. യൂറോപ്യൻ യൂണിയന്റെ ഡിജിറ്റൽ മാർക്കറ്റ് നിയമം ലംഘിച്ചതിന് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ ആമസോണിന് കമ്പനിയുടെ വാർഷിക ആഗോള വരുമാനത്തിന്റെ 10% വരെ പിഴ ചുമത്തും. അന്വേഷണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വരും മാസങ്ങളിൽ തീരുമാനമായേക്കുമെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. ഡിജിറ്റൽ മാർക്കറ്റ് ആക്ട് പാലിക്കുന്നുണ്ടെന്നും യൂറോപ്യൻ കമ്മീഷനുമായി സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും ആമസോൺ പ്രതികരിച്ചു. അതേസമയം അന്വേഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തുവന്നതിനെ തുടർന്ന് ആമസോൺ ഓഹരികൾ 3% ഇടിഞ്ഞു. ആപ്പിൾ, ഗൂഗിൾ, മെറ്റ പ്ലാറ്റ്ഫോമുകൾ എന്നിവയും DMAയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മൂന്ന് സ്ക്രീനുള്ള സ്മാർട്ട് ഫോൺ പുറത്തിറക്കാൻ ഹുവാവയ്ക്ക് പിന്നാലെ സാംസങ്ങും തയ്യാറെടുക്കുന്നു. കമ്പനിയുടെ ആദ്യ ട്രിപ്പിൾ ഫോൾഡബിൾ ഫോൺ 2025 പുറത്തിറങ്ങും. ഗാലക്സി Z Fold 7 FE എന്നാണ് ഈ ഫോണിന്റെ പേരെന്നാണ് റിപ്പോർട്ട്. നിലവിൽ ചൈനീസ് സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ വാവയ്ക്ക് മാത്രമാണ് 3 സ്ക്രീനുള്ള ഫോണുള്ളത്. ഇതിന് മറുപടി എന്നോളമാണ് സാംസങ് ട്രിപ്പിൾ ഫോൾഡ് ഇറക്കുന്നതെന്നാണ് വിലയിരുത്തൽ. 50 MP പ്രധാന ക്യാമറ, 12 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ്, 8 MP സെൽഫി ക്യാമറ, 5600 mAh ബാറ്ററി, 66 വാട്ട്സ് ഫാസ്റ്റ് വയർഡ് ചാർജർ, 50 വാട്ട്സ് വയർലെസ് ചാർജർ എന്നിവയായിരുന്നു വാവയുടെ സവിശേഷതകൾ. സമാന സവിശേഷതകളായിരിക്കും ഗാലക്സി Z Fold 7 FEക്കും എന്നാണ് സൂചന. അതേസമയം ആപ്പിളും ട്രിപ്പിൾ സ്ക്രീനുള്ള ഫോൾഡബിളിനെ കുറിച്ച് ആലോചിക്കുന്നതായി റിപ്പോർട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ടൈം മാസിക പങ്കിട്ട സിറ്റിസൺ മസ്ക് ടു ഡു ലിസ്റ്റ് തെറ്റെന്ന് ഇലോൺ മസ്ക്. താൻ അഭിമുഖം നൽകിയിട്ടില്ലെന്ന് മസ്ക് വ്യക്തമാക്കി. ടൈം മാസിക പങ്കിട്ട സിറ്റിസൺ മസ്ക് ടു ഡു ലിസ്റ്റ് തെറ്റെന്ന് ഇലോൺ മസ്ക്. മസ്കിന്റെ ലക്ഷ്യങ്ങളുടെയും കഴിഞ്ഞകാല പദ്ധതികളുടെയും ഒരു ചെക്ക് ലിസ്റ്റ് ടൈം മാസിക അദ്ദേഹത്തിന്റെ ചിത്രത്തിനൊപ്പം പ്രസിദ്ധീകരിക്കുകയായിരുന്നു. കോടീശ്വരനാകുക, ട്വിറ്റർ വാങ്ങുക, റോക്കറ്റ് വിക്ഷേപിക്കുക, റോക്കറ്റിനെ തിരിച്ചെത്തിക്കുക, ഹ്യൂമൻ ബ്രെയിൻ ചിപ്പ് ഇംപ്ലാന്റ് ചെയ്യുക എന്നിങ്ങനെയായിരുന്നു പട്ടിക. കൂടാതെ പട്ടികയിൽ ചെക്ക് ചെയ്യാത്ത 2 നൽകിയിരുന്നു. $2 മില്യൺ, ചൊവ്വയിലേക്ക് പറക്കുക എന്നിവയാണ് ഈ 2. അതേസമയം യഥാർത്ഥത്തിൽ തന്റെ ചെക്ക് ലിസ്റ്റിൽ ഇതൊന്നുമില്ലെന്നും ഇത്തരമൊരു അഭിമുഖം നൽകിയിട്ടില്ലെന്നും പ്രതികരിച്ച് മസ്ക് രംഗത്തെത്തി. ടൈം മാഗസിന്റെ കവർ ചിത്രം പങ്കിട്ടതിനു ശേഷം അഭിമുഖമില്ലാതെ വാർത്ത പ്രസിദ്ധീകരിച്ചതിന് മസ്ക് എതിർപ്പറിയിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.